ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ അമ്മ ഒന്നും പറയണ്ട. ഇന്നലെ ലാസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ മഴയത്ത് ഇങ്ങോട്ട് വന്നത്. കറണ്ട് ഉണ്ടായില്ല, ഫോണ് ചാർജ് കയറുന്നില്ല, എൻ്റെ ഉണ്ടായിരുന്ന 2 ഫോണും ഓഫായി. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ എല്ലാ ഡ്രസ്സും നനയാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല, മൊത്തം നനഞ്ഞ്. എൻ്റെ എന്താ പറയുക, പവർ ബാങ്ക് 2 ഉണ്ടായിരുന്നു, 1 കംപ്ലൈൻ്റ് ആയി, വെള്ളം കയറിയിട്ട്. ചാർജർ വർക്ക് ചെയ്യുന്നുണ്ടായില്ല, ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായില്ല. ഇപ്പോൾ രാവിലെ ഞാൻ വെയിലത്തെല്ലാം വെച്ചു, കുറച്ച് നേരം വെയിൽ കിട്ടിയായിരുന്നു രാവിലെ. ഇപ്പോഴും അങ്ങനെ വെയിലില്ല, മഴ വരാൻ പോകുന്ന ഒരു കാലാവസ്ഥയാണ്. എന്നിട്ട് ഞാൻ എല്ലാം വെയിലത്തൊക്കെ വെച്ച് രാത്രിയെല്ലാം ഒരു തുണിയിൽ ചുറ്റി വെച്ചു ചാർജറൊക്കെ. രാവിലെ ആയപ്പോൾ കറണ്ട് വന്നായിരുന്നു, അങ്ങനെ കുറച്ച് നേരം ചാർജ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഫോണിൽ വീഡിയോ എടുക്കുന്നത്. എന്താ ചെയ്യുക, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ കുറേ ഡോഗ്സ് ഉണ്ട്, എല്ലാ വീട്ടിലൊരു 10-20 ഡോഗെങ്കിലും ഉണ്ടാവും കേട്ടോ. അതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വീട്ടിലാണ് ഉള്ളത്. ഇവർ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ഇടാൻ ഒരു ഡ്രസ്സും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണക്കി ഇട്ടേക്കാണ്. അവർ ഇന്നലെ എനിക്ക് ഇടാൻ തന്നു. അപ്പം നല്ല പുതിയ ഡ്രസ്സൊക്കെയാണ് അവർ എനിക്ക് തന്നേക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് ഇതൊക്കെ പറഞ്ഞു എന്നെ കാണാൻ അവർ. എനിക്കും അങ്ങനെ തോന്നി ഈ ഒരു ട്രഡീഷണൽ ഡ്രസ്സിലെല്ലാം. അങ്ങനെ ഞാനിപ്പോൾ എന്താ പറയുക, ഇന്നലെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഒരു ഭക്ഷണവും കഴിച്ചില്ലായിരുന്നു, ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല. ഇന്നിപ്പോൾ ഉച്ചയായിട്ടുണ്ട്, അപ്പോൾ അവരെന്നെ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇന്നലെ താമസിച്ചത് വേറെ വീട്ടിലാണ്. ആ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അവർ രാവിലെ തന്നെ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് പോയി. ഞാനപ്പോൾ അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നു, ഈ വീട്ടിലേക്ക് വന്നു. ഈ വീട്ടിലെ ആൾക്കാർ കുറച്ചും കൂടെ ഫ്രണ്ട്ലിയാണ്, കുറച്ചും കൂടെ നല്ല ആൾക്കാരായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അവരും മോശമാണെന്നല്ല കേട്ടോ, പക്ഷെ എന്നാലും ഇന്നലെ രാത്രി പിന്നെ എനിക്ക് വിശന്നിട്ടൊന്നും കഴിക്കാൻ ഇവിടെ ഒന്നൊരു കട പോലും ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഒരുപാട് അലക്കാനുള്ള ഡ്രസ്സായിരുന്നു. കുറേ ഞാൻ അലക്കി, എന്നിട്ട് ഇതവിടെ ഓരോ സ്ഥലത്ത് വിരിച്ചിട്ടേക്കുവാണ് കേട്ടോ. എൻ്റെ സ്ലീപ്പിംഗ് ബാഗാണിത്, എൻ്റെ കുളിക്കുന്ന ടവലും ഇതൊന്നും ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. കണ്ടോ, ഇതിലൊക്കെ ഇപ്പോഴും ചെളിയാണ്. ഇന്നലത്തെ ആ ഒരു ചെളി നനവും ഇവിടെ തന്നെ കാണുന്നുണ്ട്. കുറച്ച് വെയിൽ വരും, കുറച്ച് വെയിൽ പോവും, അങ്ങനെയാണുള്ളത്. വെയിൽ ഇടയ്ക്ക് മാത്രമാണ് വന്നു പോകുന്നത്. നമുക്ക് ഈ ഏരിയയിലൊന്നും ഉണങ്ങിയിട്ടില്ല, ഉണങ്ങിയാലേ പോകാൻ പറ്റൂ. പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ വണ്ടികളൊന്നും പോവില്ല. ഞാൻ ആ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വണ്ടിയൊന്നും കിട്ടില്ല. ഇവിടെ എല്ലാം ഞാനിങ്ങനെ വിരിച്ചിട്ടേക്കുവാണ് കേട്ടോ. കുറച്ചൊക്കെ ഉണങ്ങുന്നുണ്ട്, കുറച്ചൊന്നും ഉണങ്ങിയിട്ടില്ല, അങ്ങനെയാണ്. കുറേ അപ്പുറത്തെ അങ്ങ് ദൂരെ അയലിട്ടിട്ടുണ്ട്. അങ്ങ് ദൂരെ കണ്ടോ, അവിടെയൊക്കെ ഞാൻ എൻ്റെ ഡ്രസ്സ് അലക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്, ഞാൻ അവരായിട്ട് ട്രാൻസ്ലേറ്റിലൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ആ ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് നോക്കി അറിയാം, അത് കഴിച്ചതാണ്. അതിന് ശേഷം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ കഴിക്കാൻ വേണ്ടി പോവാണത്. എൻ്റെ കുറേ ഡ്രസ്സാണ് ഞാൻ അവിടെ അലക്കി ഇട്ടിട്ടുള്ളത്. ഈ ഒരു പുള്ളിക്കാരി ഭയങ്കര പാവാണ് കേട്ടോ, എൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു. ആളാണ് എനിക്ക് ഡ്രസ്സ് ഇടിപ്പിച്ച് തന്നതും എല്ലാം. അതെ, ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അല്ല, ഇത്ര നേരം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് അതിശയം. കാരണം ഞാൻ ഇപ്പൊ ഇന്നലെ തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്, പക്ഷെ ചാർജ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു പുള്ളിക്കാരനെ ഞാൻ ഇന്നലെ അവിടെ കണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ കടയിൽ വന്ന സമയത്ത് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ട് ഇന്ന് ഉച്ചയായിട്ടുണ്ട്, അതുവരെയുള്ള ഒരു വീഡിയോയും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അവരെവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, എവിടെയാണെന്ന് അറിയില്ല, ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ ഇത് കഴിക്കണം. തോർത്തിയെല്ലാം അവരിവിടെ ഉണ്ടാക്കുന്നത്. എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ല, കാരണം ഇന്നലെ രാത്രി തൊട്ട് ഇന്നലെ ഉച്ച കഴിച്ചേ പിന്നെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ പിന്നെ ഡ്രസ്സ് അലക്കി കുറേ നടന്നു, ഇതൊക്കെ ആയി, എന്നിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അവരെനിക്ക് കപ്പ് നൂഡിൽസും പിന്നെ തോർത്തിയാണ് തന്നേക്കുന്നത്. കപ്പ് നൂഡിൽസിൽ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് എൻ്റെ അന്ന് എപ്പോഴോ ഒരു മാങ്ങയ്ക്ക് വേണ്ടി ടച്ചിങ്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, മാങ്ങ ഒപ്പി കഴിക്കാനായിട്ട്. അതാണ് ഇപ്പം ഞാൻ ഇതിലിട്ട് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പച്ച ഫ്ലേവറാണ്. അവിടുന്ന് ആ നൂഡിൽസൊക്കെ കഴിച്ചു. തോർത്തിയേക്ക് പിന്നെ കഴിക്കാനൊന്നും ഉണ്ടായില്ല, അപ്പം ഞാൻ ഒരു തോർത്തി അങ്ങ് കഴിച്ചു. എനിക്ക് വിശപ്പ് കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. ഇവരെല്ലാവരും പള്ളിയിലേക്ക് പോകുന്നുണ്ട്, അപ്പം ഞാനും വരാമെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ കൂടെ പോവാം. അവരെനിക്ക് ഇടാൻ ചെരുപ്പൊക്കെ തന്നു കേട്ടോ, ഒരു വള്ളിച്ചെരുപ്പ്. ഇവിടെ എല്ലാവരും അങ്ങനത്തെ ചെരുപ്പാണ് ഇടുന്നത്. അത് പക്ഷെ എനിക്ക് ചെറുതാ, ഇവരുടെ കാല് ഭയങ്കര ചെറുതാ, അതുകൊണ്ട് എനിക്കത് കൊള്ളില്ല. അപ്പം ഞാൻ ആ ചെരുപ്പ് ഇട്ടില്ല, എൻ്റെ ചെരുപ്പ് തന്നെ ഇട്ടിട്ടാണ് പോകുന്നത്. എല്ലാം ട്രഡീഷണൽ. എൻ്റെ മാത്രം തലയിൽ തൊപ്പി, സൺഗ്ലാസ്.
പള്ളിയിലേക്ക് വണ്ടിയിലൊക്കെ പോണട്ടോ. ഈ വണ്ടിയിലൊക്കെ കേറിയിട്ട് വേണം പള്ളിയിലേക്ക് പോവാനായിട്ട്. ഞാൻ ഇന്നലെ മഴ നനഞ്ഞു വന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ. ആ വഴി കൂടെയാണ് തിരിച്ചു പോകുന്നത്. ഇതുവഴിയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, മലയാണ്. എന്ത് സീൻ റോഡാ നോക്കിയൊക്കെ. ഇത് വഴി നല്ല കഷ്ടപ്പെട്ട് ഞാൻ വന്നത്. ശരിക്കും നിങ്ങൾക്കത് കാണുമ്പോൾ അത് കഷ്ടപ്പാടായി തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മഴ നനഞ്ഞാലല്ല എൻ്റെ എല്ലാ സാധനവും നനഞ്ഞ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ആരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒരു നെറ്റ്വർക്ക് ഇല്ല, എന്താ പറയാ, കറണ്ട് ഇല്ല. അങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര പാടാ. കൊറേ കുതിര മാത്രം ഉണ്ട് ഇവിടെ. പിള്ളേരൊക്കെ ഉണ്ട് നമ്മളെ കൂടെ പോവാനായിട്ട്. ഈ ഫോണ് കണ്ടോ, എന്റെ ഒരു ഫോണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. അവർ ഉപയോഗിക്കുന്നത് ഈ സ്ഥലം, ഈ ബെൽറ്റ് പോലത്തെ സ്ഥലത്താണ് ഫോൺ വെക്കുന്നത്. അത് അവര് ബെൽറ്റ് പോലത്തെ സംഭവത്തിൽ അത് ഉണ്ടാക്കിയതാണോ എന്തറിയില്ല. അവരവിടെയാണ് ഫോൺ വെക്കുന്നത്. ഇവിടുത്തെ വഴി തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ, ഒന്നും പറയാല്ല. നല്ല രസമുള്ള ലാൻഡ്സ്കേപ്പാണ് ഇവിടെ. നിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ബാക്കിലൊക്കെ നോക്ക് എത്ര വലിയ മലയാന്ന്. നല്ല ഇരുണ്ട് കൂടി വരുന്നുണ്ട് മഴ. ഞാൻ തിരിച്ചു വരുമ്പോ വീണ്ടും മഴയാവും തോന്നുന്നുണ്ട് കേട്ടാ. അതാണ് എവിടെയാണാവോ ഇവരുടെ പള്ളി. പള്ളിയിലെത്തിയിട്ട് ഞാൻ വെറുതെ ഇറങ്ങിയതാ. എത്ര ടൈം എടുക്കുന്ന അറിയില്ല പ്രാർത്ഥിക്കാനൊക്കെ. നല്ല മഴ ഇരുണ്ട് കൂടി വരുന്നത്. അവിടെ മഴ പെയ്തു തോന്നുന്നു. അത്രയും ബ്ലാക്ക് ആയിട്ടാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഒരു കാട്ടിലൂടെയാണ് പള്ളിയിലേക്ക് പോകുന്നത്. ഇവിടെ ഒന്നും അധികം വീടുകളൊന്നുമില്ല, അതുകൊണ്ടാണ് വണ്ടികളും ഇല്ല. ഇപ്പൊ ഈ ഒരു ഗ്രാമത്തിലെല്ലാരും കൂടെ വണ്ടി വിളിച്ചിട്ടാണ് പോകുന്നത് ഓരോ പള്ളിയിലേക്ക് പോകാനും ഓരോ ആവശ്യങ്ങൾക്കൊക്കെ കേട്ടോ. അല്ലേ, മോശം റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡില്ല. കാടിന് നടുവിൽ എന്തോ ഒരു വഴി, അത്രേ പറയാൻ പറ്റൂ. അല്ലാണ്ട് റോഡ് ഉണ്ട് ഇതൊന്നും പറയാൻ പറ്റൂല കേട്ടാ. അങ്ങ് ദൂരെ കാണുന്ന വില്ലേജ് കണ്ടോ, അവിടുന്നാണ് ഇപ്പൊ ഇങ്ങോട്ട് ഈ മല എല്ലാം കേറി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. സ്ലോ ആയിട്ട് മല കേറിക്കൊണ്ടേ ഇരിക്കുകയാണേ. നോക്കിയേ കണ്ടോ, എത്ര വലിയ മലയാ. അതിന്റെ ആ ഒരു അത്ര ഹൈറ്റിലെത്തി. ഇപ്പോ ഭയങ്കര തിരിവും അങ്ങനത്തെ വഴിയിലൂടെയാണ് പോകുന്നത്. വളരെ സ്ലോ ആയിട്ട് പോകുന്നു. ഇവിടെ ഒക്കെ നോക്കി ലാൻഡ് സ്ലൈഡ് ആണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ ലൈഫ് തന്നെ ശരിക്കും റിസ്ക്കിയാണ്. കാരണം ഞായറാഴ്ച മാത്രം ഇവര് ഓൾറെഡി പോകുന്നുള്ളൂ. എന്നാലും പോകുന്ന വഴി നോക്ക്, മഴയൊക്കെ കൂടി പെട്ടെന്ന് എന്താവും. ഓ സമ്മതിച്ചട്ടോ. ഞാനൊക്കെ ഇപ്പൊ ഏകദേശം ഒരു 4-5 ദിവസമായിട്ട് ഞാൻ ഈ വില്ലേജിൽ, ഈ ഒരു ഏരിയ തന്നെയാണ്, ഇതുപോലെയുള്ള വില്ലേജുകളിൽ. അതോടെ എനിക്ക് ഇവിടുന്ന് പോവാൻ പോലും എനിക്ക് പറ്റത്തില്ല. ഒന്ന് പോണെങ്കിൽ ഒരു വണ്ടി കിട്ടണ്ടേ. വണ്ടി കിട്ടിയാലേ എനിക്ക് ജസ്റ്റ് റോഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് ഒരു ടാറിട്ട റോഡിലേക്ക് എത്തണമെങ്കിൽ അത്രയും സമയം എടുക്കും. നമ്മളെ ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നുണ്ട്. ഇനി പള്ളിയിലേക്ക് പോകാൻ മാത്രം ഇത്രയും ദൂരോ. ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു വില്ലേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തെ 2 സൈഡും കാടും ഇങ്ങനെ ഓഫ് റോഡും, വേറെ ഒന്നുമില്ല ചുറ്റും. കാട് മാത്രം കണ്ടില്ലേ, കൊടും കാട്. പള്ളിയിലേക്ക് പോകണമെങ്കിൽ കുറേ നേരമായിട്ട് വണ്ടിയിൽ പോകുന്നത്. വേറെ എങ്ങോട്ടേലൊക്കെ പോകണമെങ്കിൽ ഇതുപോലത്തെ വണ്ടിയിൽ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവരങ്ങനെ പോകുന്നില്ല. ഇവരുടെ കൃഷി ഇവർ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം ഇവർ തന്നെയാ. കോട്ടമല എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഓൾമോസ്റ്റ് ഹൈലാൻഡ് ഭാഗങ്ങളെല്ലാം ഇങ്ങനെയാണ്. ഒരു റോഡും ഇല്ലാത്ത അങ്ങനെയാണ് ഉള്ളത് കേട്ടോ. ഇങ്ങനെയാണോ നിങ്ങൾ സെൻട്രൽ അമേരിക്ക എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്? സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങനത്തെ വഴികളും ഉണ്ട്. മനസ്സിലായോ? സിറ്റിയിൽ മാത്രമാണ് നല്ല വഴികളൊക്കെ ഉള്ളൂ. അല്ല, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. എത്ര സ്ലോ ആയിട്ടാ പോണെന്നറിയോ. എക്സ്ട്രീം കയറ്റാ. കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല, മനസ്സിലാവുന്നുണ്ടോന്ന്. അത്രയും കയറ്റം കയറിയിട്ടാണ് വരുന്നത്. ഇതിന്റെ മുകളിലും ചോളം കൃഷിയുണ്ട്. ഇവിടെ ചോളത്തിന്റെ കൃഷിയാണ് ഇവിടെ മൊത്തം കാണുന്നത്. ഞാൻ ഓപ്പോസിറ്റ് കാണിച്ചെന്ന മലയില്ലേ, ആ മല ഇപ്പൊ കാണാൻ പറ്റില്ല. അത്രയും ഹൈറ്റിൽ ഞാൻ കയറി ഇങ്ങോട്ട് വന്നു. ഇവിടെ നോക്കിയപ്പോ ഇവിടെ ഒരു വില്ലേജ്, ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. സമ്മതിക്കണം കേട്ടോ. ഇവരെയൊക്കെ നമുക്ക് ഓരോ വീടുകൾ കണ്ടോ, അതും വലിയ വലിയ വീടുകളാണ് ഇവിടെ കാണുന്നത്. സോളാറൊക്കെ കാണുന്നുണ്ട്. പള്ളി ഇനി എത്തിയിട്ടില്ല. ഇനി കുറച്ചു നേരം കൂടെ പോയാലും പള്ളി എത്തുന്ന പറയുന്നത്. പിന്നെ ഇവരുടെ ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ച് മാറ്റം ഉണ്ട് കേട്ടോ. അവരെ പോലെ കളർഫുൾ ഡ്രസ്സല്ല ഇവരിടുന്നത്. ഇങ്ങനെ കുറച്ച് ഡിഫറെന്റ് ആണ്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സും പിന്നെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ വില്ലേജ്, നേരത്തുള്ള വില്ലേജിനെക്കാട്ടിലൊക്കെ ഡീപ്പ് എന്താ പറയാ, മലേന്റെ മുകളിലുള്ള വില്ലേജാണ്. പക്ഷെ എന്താ അവരങ്ങനത്തെ ഡ്രസ്സൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല രസമാണ് കാണാൻ. പച്ചപ്പ്, എനിക്ക് പച്ചപ്പും തണുപ്പും ആയതുകൊണ്ടാണ് മടുക്കാഞ്ഞത്. ഇവിടെ ഇപ്പൊ ചൂടൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് ആകെ ഭ്രാന്തായി പോയേനെ. ഇവിടെ തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. രാത്രി രാവിലെ ഒക്കെ തണുപ്പാണ്.
അതുകൊണ്ടോ ഇഷ്ടംപോലെ ആൾക്കാരാ. ഞായറാഴ്ച ആയതുകൊണ്ട് ഇവരാരും എങ്ങോട്ടും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ഇവരാകെ പോകുന്ന പള്ളി വരെയാണ്. അവസാനം നമ്മളിതാ പള്ളി എത്തിയിട്ടുണ്ട്. പള്ളിയിലും ചുറ്റും ആൾക്കാരൊക്കെ എന്നെ അന്തം വിട്ട് നോക്കുവാണ്. സൺഗ്ലാസും തൊപ്പിയും വെച്ചിട്ടുണ്ട്. എന്നാൽ ട്രഡീഷണൽ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഇത് എവിടെയുള്ള ആൾക്കാരാണ്? ഇവിടുത്തെ ആളാണോ? പുതിയൊരാളെ ഏതാ? എന്തായാലും ഈ ഗ്രാമത്തിൽ പുറത്തൊരാൾ വരില്ലല്ലോ, അതുകൊണ്ട് അത്ഭുതത്തോടെ നോക്കും അവരെല്ലാം. പള്ളിയിൽ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. തുടങ്ങിയിട്ടില്ല, അത് ചെയറൊക്കെ അവർ ഇട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ അടുത്തൊന്നും ഇവർ തിരിച്ചു പോകില്ല എന്ന് തോന്നുന്നു കേട്ടോ. എന്തോ വലിയ പരിപാടി നടക്കുക. ഇവിടെ കണ്ടോ, സാധാരണ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന വില്ലേജിൽ റെഡ് കളറ് മാത്രമാണ് ആ മുണ്ട് പോലത്തെ താഴത്തത് ഉണ്ടായുള്ളൂ. അപ്പോൾ നോക്കുക, എല്ലാം കളർഫുള്ളാണ് താഴത്തെ. പക്ഷെ മുകളിലത്തെ ഒരുപാട് കളർഫുൾ അല്ല, കണ്ടില്ലേ? അപ്പം അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രൈബാന്ന് തോന്നുന്നുണ്ട്. അതോ ഇനി വില്ലേജ് മാറുമ്പോഴുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതാണോ എനിക്കറിയില്ല കേട്ടോ. അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. നോക്കിയേ, ഞാനിവിടെ ഇരിക്കുകയാണ് ഇവരെല്ലാവരുടെയും കൂടെ. സമയം 3:45 കേട്ടാ. ഇതുവരെ പള്ളിയിലെ പരിപാടി തീർന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇന്നലെ വൈകുന്നേരം ആയപ്പോഴാണ് മഴ പെയ്തത്. എപ്പോഴാണ് 4-4:30 ആയപ്പോഴാന്ന് തോന്നുന്നു മഴ പെയ്തത്. ഇപ്പൊ 4:30 ആവാനായി. ആ ടൈമിലായിരിക്കും പെയ്യുന്നത്. ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാലും രാത്രിയാണ് കൂടുതലും മഴ പെയ്യുക. രാവിലെ സമയങ്ങളിൽ ഇങ്ങനെ മൂടി നിൽക്കും, ക്ലൗഡൊക്കെ ഇതായിട്ട് ഡാർക്കായിട്ട്. പക്ഷെ മഴ രാത്രി ആയിരിക്കും പെയ്യുന്നത്. എൻ്റെ കൂടെ ഈ കൊച്ചും വന്നിട്ടുണ്ട്, പിന്നെ വേറൊരു ചെറിയ കൊച്ചും വന്നിട്ടുണ്ട് കേട്ടാ. ഇനി ചിലപ്പോൾ ചീത്ത വെക്കും പിള്ളേർക്ക് എൻ്റെ കൂടെ വന്നേന് കേട്ടാ. വഴി നോക്ക് എന്ത് ചെളിയാണ് എന്ന്. സൂക്ഷിച്ച് വാ പിള്ളേരെ. അവിടെ നോക്ക് 2 കുഞ്ഞു പിള്ളേരെ കാണുന്നുണ്ട് കേട്ടാ. ഇവിടെ ഇഷ്ടംപോലെ ഡോഗാ. അപ്പോൾ കുഞ്ഞു ഡോഗ്സിനെയും കാണാം. തല്ല് കൂടിക്കൊണ്ടിരിക്കുക രണ്ടും. ഞാനും ഈ പിള്ളേരും കൂടെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ എഡിറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കുറേ നേരമായിട്ട് എൻ്റെ മുടിയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ 2 പിള്ളേരും. ഓലാ ഓലാ. ഇന്നലെ തൊട്ടിട്ട് എൻ്റെ അടുത്ത് ഓലാന്ന് പറഞ്ഞോണ്ടിരിക്കണേ. എനിക്ക് ആകെ അറിയണതാ. വെച്ചോക്ക്. നല്ല പിള്ളേരാട്ടോ. നോക്ക്, വായിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് കഴിച്ചിട്ട്. കളറുള്ള ഫുഡാ, കളർ ഫുഡൊക്കെ കഴിച്ചിട്ട്. ക്യൂട്ട്. ബൊണീറ്റ ബൊണീറ്റ ഹെർമോസ. ചിരി നോക്ക്, ഓരോന്ന് കഴിച്ചിട്ട് പല്ലൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് പിള്ളേര്. ഓ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, ഇഷ്ടപ്പെട്ട് അല്ലേ? ഇതൊക്കെ പള്ളീൻ്റെ ഏരിയയിൽ പിള്ളേർ, ചെറിയ പിള്ളേർ ഫുഡ് വിൽക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. നോക്ക്, ആ ഒരു ബീൻസും തോർത്തിയ, ഡ്രൈ തോർത്തിയയിൽ എന്തൊക്കെയോ മയണൈസൊക്കെ ഇട്ടിട്ട് എന്നുണ്ടോ. അതിൻ്റെ ബാക്കിലെ കൊച്ചിൻ്റെ പേഴ്സൊക്കെ ഉണ്ട്, വിൽക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ നല്ല പീസ്ഫുള്ളാണ് കേട്ടോ. ആകെ സൗണ്ട് കേൾക്കുന്നത് ആ പള്ളിയിൽ എന്തോ പ്രസംഗമുണ്ട്, അത് മാത്രമാണ്. ഇവിടെ നോക്ക്, ബൈക്കുകൾ തന്നെ മൊത്തം ഓഫ് റോഡ് ടൈപ്പ് ബൈക്കുകളാണ്. കാരണം ഇങ്ങനത്തെ റോഡല്ലേ, ഈ റോഡിൽ കൂടെ വരണമെങ്കിൽ ഇങ്ങനത്തെ വണ്ടികളെ വരാൻ പറ്റുള്ളൂ. അവിടെ പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. മഴ പെയ്യാൻ വേണ്ടിയിട്ട് കറുത്തിരുണ്ടാണ് നിൽക്കുന്നത്. മഴ അങ്ങോട്ട് പെയ്യുന്നില്ലല്ലോ. പള്ളിയിലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ച് നമ്മൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. നടക്കാൻ പറഞ്ഞ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായി. ഞാൻ വെറുതെ ചാടിത്തുള്ളി പോന്ന്. ഞാൻ വിചാരിച്ചത് അവർ വേറെ എങ്ങോട്ടോ പോവാണ്, പള്ളിയിലേക്കാന്നേ എനിക്കറിയില്ലായിരുന്നു. എങ്ങോട്ടോ പോവാ, പിന്നെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ ആ വില്ലേജിൽ ഏതെങ്കിലും സ്ഥലത്തേക്കായിരിക്കും, റിലേറ്റീവ്സിൻ്റെ വീട്ടിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ചാടിക്കയറി പോന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സ്ഥലം കൂടെ കാണാമല്ലോ, ആ വില്ലേജും കൂടെ കാണാമല്ലോ എന്ന് ഓർത്തിട്ടാ. ഇതൊരു ചെറിയ വില്ലേജാ, അങ്ങനെ ഒരുപാട് ഇതൊന്നുമില്ല. ഓ ക്യൂട്ട്. നോക്കി എന്താ, അവർ നടന്നു പോയി. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. പോണ വഴി നോക്കി. ഓ കുറച്ചു നേരമായി പൊക്കോണ്ടിരിക്കുന്നത്. ഫോണ് പിടിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നു കേട്ടോ. ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റൂല. അങ്ങനെ ഇറക്കത്തിലൂടെ പൊക്കോണ്ടിരിക്കുന്നത് അല്ലേ. അപ്പുറം ലെഫ്റ്റിലൊരു വില്ലേജ് കാണുന്നില്ല, ആകെ ഒരു വില്ലേജേ ഉള്ളൂ. ആ മലേൻ്റെ നടുവിൽ ആ വില്ലേജാണ് ഞാൻ താമസിക്കുന്ന വില്ലേജ്. ഈവൻ ആ വില്ലേജിന് എന്താ പേരെന്ന് എനിക്കറിയില്ല. ഇത് ഈ പുള്ളിക്കാരുടെ വീട്ടിലാട്ടോ ഞാൻ ഇന്നലെ താമസിച്ചിരുന്നത്. ആൾക്ക് ഇംഗ്ലീഷ് കുറച്ചറിയാം. ബ്രദർ വാട്ട്സ് ദ നെയിം ഓഫ് ദ വില്ലേജ്? Brother, what's the name of the village? Me? Village, the name.
Name of the village. My name. Nombre. Me Franco. No, not you. The village. Oh, I don't know. No, the village name. What's the village name? Me Franco. This one like Las Pilas. Las Pilas. Yes. The village name. Las Pilas. Mata. Las Pilas. Yeah. This one like this. Campo Alegre, Nueva América. എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ. 2 വില്ലേജ് കണ്ടു. ഒരെണ്ണം ഏറ്റവും മുകളിലും ഒരെണ്ണം കുറച്ച് താഴെയും കാണുന്നുണ്ട് കേട്ടാ. ആൾക്ക് ഞാൻ ചോദിക്കണത് മനസ്സിലാവായിട്ടാന്ന് തോന്നുന്നു. ഈ കാണുന്നതെല്ലാം കോഫീൻ്റെ കൃഷിയാണ് കേട്ടോ. ഇവിടെ കൂടുതലും കോഫി കൃഷി ഉണ്ട് എന്നാണ് പറയുന്നത്. നല്ല തിക്ക് ഫോറസ്റ്റും വലിയ മൗണ്ടെയിനും ആണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോയിട്ടാണ് ആ പള്ളിയിലെത്തിയത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. കുറേ നേരം പോയാലും ഒരു അരമണിക്കൂർ വണ്ടിയിൽ പോയാലാണ് എത്തുള്ളൂ. എൻ്റെ അമ്മ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. ഈ ഒരു വില്ലേജിലാണ് ഞാൻ താമസിക്കുന്നത്. നൈസാണ് കേട്ടോ. വെയിലൊന്നും ഇല്ല, മഴ പെയ്യാൻ പോകുന്ന പോലെയാണ് കാലാവസ്ഥ. നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഫോണിലൊന്നും ആ ബ്യൂട്ടി കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. അടിപൊളി. ഞാൻ ഇന്നലെ ഇവിടെ സ്റ്റക്കായത് നന്നായി ഇപ്പൊ തോന്നാം. കാരണം ഇപ്പൊ റേഞ്ചൊക്കെ വന്നു, കുറച്ച് റേഞ്ച് ഉണ്ട്, പിന്നെ ചാർജ് ഉണ്ട്. കറണ്ട് ഉണ്ടെങ്കിൽ തന്നെ പകുതി ഓക്കെയാണ്. പക്ഷെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നലെ ആകെ ബുദ്ധിമുട്ടായത്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എന്തൊക്കെ പറഞ്ഞാലും. ഇന്നലെ മഴ കൊണ്ട് വന്ന വഴിയാണ് ഇതെല്ലാം. മറക്കാൻ പറ്റൂല എനിക്ക്. എക്സ്ട്രീമായിട്ട് മഴയായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വഴിയാണ്. എത്ര വലിയ മൗണ്ടനാ നോക്കിയേ. വലിയ മല, ചുറ്റും മല തന്നെയാണ്. ഓ, ഞാനിതാ ഒരു കൈ ഇവിടെ പിടിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പോകുന്നുട്ടോ. ഭയങ്കര പാടാണത്. അവിടെ നോക്കുക, സ്കൈ എല്ലാം മഴക്കാറായിട്ട്. ഓ, ചാട്ടം. അവിടെ എത്തിയപ്പോൾ ചാട്ടം കൂടി. ഈ വഴി വളരെ മോശം വഴിയാണ്. ഇവിടെ രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്ക്, എന്തോ ഒരു ഇലയാണ് ചീര പോലെയൊക്കെ ഇരിക്കുന്ന. ചീരയല്ല, പക്ഷെ ചീര പോലെ ഇരിക്കുന്ന ഒരു പച്ച കളറിലുള്ള ഒരു എന്തോ സാധനമാണ് കേട്ടോ അവരുണ്ടാക്കുന്നത്. പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ മത്തൻ്റെ ഇലയും അങ്ങനത്തെ കുറേ ടൈപ്പ് ഇലകളൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് തിളച്ച വെള്ളം അതിൽ ഇല ഇട്ടിട്ട് ഇങ്ങനെ തിളപ്പിക്കുകയാണ്. വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു എണ്ണ പോലും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി എന്തെങ്കിലും ഇടുമോയെന്ന് എനിക്കറിയില്ല കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ഇവിടെ പിള്ളേരുണ്ടല്ലോ, ഒരു സാധനം അതെ, ഇതിങ്ങനെ പച്ച കളറിലൊരു തോടുള്ള അടയ്ക്ക പോലെ ഇരിക്കുന്ന ഒരു സാധനം കേട്ടോ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടി തന്ന്. അതെ, അത് ഇങ്ങനെ ഇരിക്കുന്നത് പച്ച തോട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ അവിടെ ഇരുന്ന് കുത്തി പൊട്ടിക്കുന്നുണ്ട് പിള്ളേർ. ഇതേ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഒരു സാധനം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളെ നാട്ടിലുണ്ടോ? എനിക്കറിയാത്തയാണോ? അറിയാത്തയാണെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ ഇതുവരെ കണ്ടിട്ടും കേട്ടില്ല. ഞാൻ പെട്ടെന്ന് കണ്ണിമാങ്ങിയാന്ന് വിചാരിച്ചു ഈ ഞെട്ട് കണ്ടപ്പോ. പക്ഷെ അല്ല, വേറെ എന്തോ സാധന. കണ്ടോ, അതാ കൊച്ച് മരം വെച്ച് പൊട്ടിച്ചോണ്ടിരിക്കുക. താങ്ക് യു. ഒരു കുഞ്ഞ് നിലത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനത് കുത്തി പൊട്ടിച്ച് കാണിച്ചു തരാം, എന്നിട്ട് അത് കഴിക്കാൻ പറ്റും. ഞാനപ്പോ അത് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇങ്ങനെ അടയ്ക്ക പോലെ ഇരിക്കുന്ന സാധനാണേ. അയ്യോ, അത് തെറിച്ചു പോയിട്ടോ. അടുത്തത് വെക്കാം, അടുത്തത്. അതെ, സാധനം കിട്ടിയിട്ടുണ്ട്. ഇതെന്താ, മെക്കഡമിയ നട്ട്സ് ആണോ? അതുപോലെ ഇരിക്കുന്നത്. ഉള്ളില് മെക്കഡമിയ നട്ട്സ് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാണെന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, മെക്കഡമിയ നട്ട്സിന്റെ ഒരു ഷേപ്പാണ് ഉള്ളില്. അതാണോന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിള്ളേരിങ്ങനെ പൊട്ടിച്ച് കഴിക്കുന്നുണ്ടേ. ഇതൊരു ചുട്ടിട്ടുണ്ട്, ചൂടാക്കിയിട്ടുണ്ട്. ചിലത് ചൂടാക്കാണ്ട് പച്ചക്ക് തന്നെ കഴിക്കും. ചൂടാക്കിയതാ കുറച്ചുകൂടെ ടേസ്റ്റ്. ഇത് മെക്കഡമിയ നട്ട്സ് തന്നെയാണ് കേട്ടോ. ഇത് ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയ? എവിടെ ഉണ്ട് തോന്നുന്നു. മെക്കഡമിയ അതൊന്തേ വേറെ എവിടുന്നോ പൊട്ടിച്ചിട്ട് കൊണ്ടുവന്നാന്നാ അവര് പറയുന്നേ. ഇങ്ങനെ കണ്ടോണ്ടാട്ടോ എനിക്ക് മനസ്സിലാവാഞ്ഞ്. ഇങ്ങനെ കണ്ടിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായനെ ഇത് മെക്കഡമിയ നട്ട്സാന്ന്. പക്ഷെ ആദ്യം കണ്ടപ്പോൾ മനസ്സിലാവാഞ്ഞ്. അങ്ങനെ പച്ച കളറിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ മാത്രമാണ് ഇതുവരെ കണ്ടിട്ടുള്ളൂ.
ഇവിടെ വന്നിട്ട് അവരെന്റെ അടുത്ത് ഇങ്ങോട്ട് വാ വേറെ ഡ്രസ്സ് ഇടിപ്പിക്കാൻ ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞു. ഇത് പോരാന്ന് തോന്നുന്നു അവർക്ക്, പുതിയ ഡ്രസ്സ് വീണ്ടും ഇടാൻ തന്നേക്കാ. എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. ഞാൻ ഇപ്പൊ എന്റെ ഫാമിലി പോലെയാണ്. എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ എടുത്ത് കഴിക്കും അങ്ങനെ. അതായത് ഈ മെക്കഡമിയ നട്ട്സ് ആണെങ്കിലും പിന്നെ ഓരോ സാധനങ്ങള് ഓരോന്നൊക്കെ ഞാൻ എന്റെ വീട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അവരെന്റെ അടുത്ത് അങ്ങനെ പെരുമാറുന്നേ. ഞാനിതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് പുതിയ ഡ്രസ്സ്. അടിയിൽ ഇങ്ങനെ ഒരു വയലറ്റ്, വേറെ കളർ ഒരു ഇത്, ഇങ്ങനെയാണ് അവര് ചെയ്തു തന്നിട്ടുള്ളത്. ആക്ച്വലി ഇവര് ഇഷിയിലല്ല കേട്ടോ, ഇഷിയിലെ ആൾക്കാരാണ്. താഴെ എന്താ പറയാ റെഡ് കളറില് വേറെ കളർഫുൾ ആയിട്ടുള്ള ഇവര് വേറെ മായൻ ട്രൈബിൽ തന്നെ വേറെ ആളുകളാണ്. ഏതോ പേര് പറഞ്ഞു. ഇഷിൽ ഇഷിൽ സന്തുഗ്ലാലിയ അങ്ങനെ എന്തോ ട്രൈബാണ് കേട്ടോ. ഇവിടെ നെറ്റ്വർക്ക് എനിക്ക് ഇടയ്ക്കേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ചോദിക്കായിരുന്നു. അവരിട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ, അതുപോലത്തെ ഡ്രസ്സാണ് ഞാനും ഇട്ടേക്കുന്നത്. പിന്നെ ഇടുന്ന സ്റ്റൈലിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പിടുത്തൊക്കെ പിടിക്കും കേട്ടോ. എൻ്റെ 2 സ്ഥലം കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പിടുത്തൊക്കെ പിടിച്ചിട്ട് എന്തായാലും അടിപൊളിയാണ്. അവർക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചേക്കാണ് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട്. ആ പിള്ളേർ ഇതേ പൊട്ടിച്ച് എനിക്ക് കൊടുന്ന തന്നെയാണ് കേട്ടോ. പച്ച തേങ്ങ കഴിക്കുന്ന ഒരു ഫീലാണ് മെക്കഡമിയ നട്ട്സ് പച്ചക്ക് കഴിച്ചാൽ. ഉണക്കാണ്ട് നട്ട് ആദ്യം ഇങ്ങനെ പച്ചയായിരിക്കും ഉണ്ടാവും, ഉണക്കിയാലാണ് അതങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന പോലെ ആവുന്നത്. ആ പിള്ളേർ ഇതേ അത് പൊട്ടിച്ചോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ എനിക്കും കുറേ തരുന്നുണ്ട്, അവരും കുറേ കഴിക്കുന്നുണ്ട്. പിന്നെ ഈ വില്ലേജിൽ കൂടുതലും പെണ്ണുങ്ങളായിരിക്കും കേട്ടോ കാണുക. ഇവിടെ ആണുങ്ങൾ കുറച്ചുണ്ടാവുള്ളൂ. അവർക്കൊക്കെ 1, 2, 3 ഭാര്യമാരൊക്കെ ഉണ്ടാവും. അത് ഓരോ ഇപ്പം ഈ വില്ലേജിൽ തന്നെ വേറെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ കാണാം ഒരു ഭാര്യ, അതിൽ ഒരു ഭാര്യയിൽ കൂടുതൽ ഭാര്യമാരെ കാണാൻ പറ്റും. ഞാൻ വിചാരിച്ച ആണുങ്ങൾ ഭയങ്കര കുറവാണല്ലോ. പിന്നെ ആണുങ്ങൾ എപ്പോഴും പുറത്തായിരിക്കും, രാത്രിയൊക്കെ ആകുമ്പോഴാണ് വരുള്ളൂ. പെണ്ണുങ്ങൾ എപ്പോഴും വീട്ടിലുണ്ടാവും. പിന്നെ ഈശീൽ എന്ന് പറയുന്നുള്ള വിഭാഗത്തിലെ ആൾക്കാരായിരുന്നെങ്കിൽ അവരുടെ ഡ്രസ്സൊക്കെ അവർ തന്നെയാണ് തുന്നിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഡ്രസ്സൊന്നും തുന്നുന്നൊന്നും കാണുന്നില്ല കേട്ടോ. ഇന്ന് മഴ പെയ്തില്ല കേട്ടോ, നല്ല ഇതാണ്. രാവിലെ തൊട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറിലായിരുന്നു ഉണ്ടായിരുന്നു, എന്നിട്ട് മഴ പെയ്തില്ല. ഇന്നലെ എന്നെ നനയ്ക്കാനും ബുദ്ധിമുട്ടിക്കാനും വേണ്ടി മാത്രം കേട്ടോ പെയ്തത്. ഇന്ന് എന്താ പെയ്യാഞ്ഞ് മാപ്പിലൊക്കെ കാണിച്ച് വെതറൊക്കെ കാണിച്ച് മഴ പെയ്യുന്നു, പക്ഷെ എന്നിട്ട് മഴ പെയ്തില്ല. അവിടെ നോക്ക് നല്ല കോടയുണ്ട്. ആ ഒരു മൗണ്ടൻ മൊത്തം ഇങ്ങനെ കോട ഇറങ്ങുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് മഴയില്ല കേട്ടോ. ഈ റോഡിലൂടെ വേണം കേട്ടോ നാളെ എനിക്ക് പോകാനായിട്ട്. ഇവിടുത്തെ ഡോഗ്സ് ഒക്കെ ഇപ്പൊ ഫ്രണ്ട്ലിയാണ് എൻ്റെ അടുത്ത്, എല്ലാവരും കമ്പനിയാ. ഒരു വീട്ടിലൊരു 10 ഡോഗ് ഉണ്ട്. എന്താ ഇത്, ഇവിടെ നിറച്ചും ഡോഗാ കണ്ടാ, കടി കൂടുന്നുണ്ടാ. ഇത് നോക്ക്, ഇവിടുത്തെ ഒരു ചെറിയ കടയാണ് കേട്ടോ. ഇവിടെ ടിഗോ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ടിഗോന്റെ ഇതെല്ലാം കാണുന്നത്. ബാക്കിൽ നോക്ക് ഒരു വലിയ വീടൊക്കെ കാണുന്നുണ്ട് കണ്ടോ, ആ മലേന്റെ സൈഡിൽ. അല്ലാതെ ഇവിടെയൊക്കെ ചെറിയ വീട് തന്നെയാണ് കേട്ടോ കാണുന്നത്. ഞാൻ നെറ്റ്വർക്ക് കിട്ടുമോയെന്നറിയാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആ ഒരു സ്ഥലത്തും നെറ്റ്വർക്ക് ഇല്ല. രാത്രിത്തെ ഫുഡ് ഇതാ അവരെനിക്ക് കഴിക്കാൻ വേണ്ടി തരാണ് കേട്ടോ. ഇതാണ് ഈ ഇല ചുമ്മാ ഇങ്ങനെ ഇട്ട് ഇതാക്കിയത്, ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. തോർത്തി ഉണ്ട്, തോർത്തി വേണ്ട. സോളോ സോളോ എന്ന് പറഞ്ഞാൽ ഇത് മാത്രം, അങ്ങനെ സോളോ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, അങ്ങനെയാണ് അർത്ഥം. സോളോ ആക്കി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വരെ ഉള്ളൂ, ഇത് മാത്രം മതി, അങ്ങനെ സോളോ ഇത്. ഞാനിത് അത് കഴിക്കുകയാണ് കേട്ടോ. ചീരേൻ്റെ ഒക്കെ ഒരു ചെറിയ ടേസ്റ്റാണ്, പക്ഷെ ഇതില് വെറുതെ തിളപ്പിച്ചിട്ടാണ് അവര് കഴിക്കാൻ ഇട്ടിട്ടുള്ളത്. ഇല ഇച്ചിരി കയപ്പുണ്ട്, ഇല മാത്രം, ഉപ്പിട്ടില്ല. അതൊന്നും ഉപ്പിന്റെ ടേസ്റ്റും ഇല്ല. വെറുതെ തിളച്ച വെള്ളത്തില് ഇല ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണിപ്പോൾ ഡിന്നർ. ഇതാ അവരൊക്കെ കണ്ടോ, അത് തോർത്തി കൂട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ. ഇത് അവരുടെ എന്തോ ഒരു ട്രഡീഷണൽ സാധനമാണ് കേട്ടോ. ഞാനത് കുടിച്ചു, ഇതാണ്ട് ഇച്ചിരി കുടിച്ചു ഇതില്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര പുളിയാണ്, കോണാണോ എന്തരച്ചതാണ് ശരിക്കും മനസ്സിലാവുന്നില്ല. ട്രാൻസ്ലേറ്റിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്കും ഇല്ല. എന്തൊരവസ്ഥയാ, എന്ത് സാധനം. ഞാൻ കുറേ വട്ടം ആലോചിച്ച് ഇത് കഴിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവണില്ല. കോണായിരിക്കും തോന്നുന്നു, കോണരച്ച ഒരു പുളി. എന്തിന് നമ്മളെ നാട്ടിലൊരു ടേസ്റ്റും പറയാൻ പറ്റുന്നില്ല എനിക്ക്. സിമിലർ ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല കേട്ടാ. പിള്ളേരൊക്കെ കരിയാണല്ലോ ഇവിടെ.
ഞാൻ കിടക്കുന്ന റൂം കാണിച്ചു തരാം കേട്ടോ. ഇതാണ്, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കിടക്കുന്നത് കേട്ടോ. അതൊക്കെ ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും എല്ലാവരും ഉണ്ടാവുക. അവരുടെ സാധനങ്ങളൊക്കെ നോക്കി, തണുപ്പല്ലേ ഇവിടെ. ഇപ്പോൾ റെയിനി സീസൺ സ്റ്റാർട്ടായി, അപ്പം തന്നെ തണുപ്പാണ്. വിൻ്ററിലൊക്കെ അതിനേക്കാൾ തണുപ്പായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഇവിടെ തണുപ്പുള്ള ക്ലൈമറ്റാണ്. അതുകൊണ്ട് നല്ല കട്ടിയുള്ള ഡ്രസ്സാണ്. ഇപ്പോൾ ഈ ഡ്രസ്സ് തന്നെ ഉണ്ടോ, ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര കട്ടിയാണ് ഇതിനെല്ലാം. ഭയങ്കര കട്ടിയുള്ള സാധനമാണ്. ഭയങ്കര വെയിറ്റാണ് കേട്ടോ. അത് ഉണങ്ങാൻ തന്നെ പാടാണ്, ഭയങ്കര ടൈം എടുക്കും. കണ്ടോ, ഇതൊക്കെ അവരുടെ ഇപ്പോഴത്തെ. അവർ കണ്ടോ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കിയാലേ കാണൂ. ഞാൻ അങ്ങനെ നോക്കിയാൽ കണ്ടോ, എൻ്റെ ഇങ്ങനെ കാണുള്ളൂ. അവരുടെ ആ എഴുത്താണ് എൻ്റെ മുഖത്ത് വരുന്നത്. നോക്ക്, ഇങ്ങനെ ഉണ്ടാവുക. ഇത് കണ്ടോ, അങ്ങനെ ഒരു മറ കർട്ടൻ പോലെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു പുതപ്പിട്ടേക്കാണ്. കണ്ടോ, അവിടെ കിടക്കാം, ഇവിടെ കിടക്കാം. എൻ്റെ അടുത്ത് ഇവിടെ കിടന്നോളാനാണ് പറഞ്ഞത്. രാവിലെ ഒരാൾ എൻ്റെ അടുത്ത് അപ്പുറം കിടന്നോളാൻ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെ എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അവർ തന്നെയാണ് ഇവിടെ വെച്ചോളാൻ പറഞ്ഞത്. ഇതൊക്കെ കണ്ടോ, പാൻറ്റൊക്കെ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ഉണങ്ങാൻ വേണ്ടി ഇട്ടേക്കാണത്. ഇതൊക്കെ ഞാനിങ്ങനെ ഉണങ്ങാൻ വേണ്ടി ഇട്ടേക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നാളെ ഇനി പാക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഉണങ്ങാത്തതുകൊണ്ട് ഇപ്പോൾ പാക്ക് ചെയ്യാൻ പറ്റില്ല. നാളെ രാവിലെ വേണം പാക്ക് ചെയ്യാനായിട്ട്. ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഈ വില്ലേജിലേക്ക് എത്തുന്നതിന് മുന്നേ ഞാൻ 38 കിലോമീറ്റർ ഉണ്ട് ബരിയാസിലേക്ക് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കുറച്ച് കിലോമീറ്റർ പോന്നിട്ട് ഇവിടുന്ന് 32 കിലോമീറ്റർ ആണ് ഇനി ബരിയാസിലേക്കുള്ളത്. കാരണം 1 കിലോമീറ്റർ പോകാൻ തന്നെ ഒരു 10 മിനിറ്റ്സ് എടുക്കും. അത്രയും മോശം റോഡാണ്. റോഡില്ല, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വണ്ടിയില്ല. ഒരു വണ്ടി പോലും പാസ് ചെയ്യുന്ന പോലും ഞാൻ കണ്ടില്ല. അപ്പം നാളെ ആണെങ്കിലും എനിക്കറിയില്ല വണ്ടി പ്രോപ്പറായിട്ട് കിട്ടുമോ എങ്ങനെ. ഇവിടുന്ന് ഇപ്പോൾ ഇവർ പറഞ്ഞത് 3 മണിക്ക് വെളുപ്പിന് ഒരു വണ്ടി പോകുന്നുണ്ട്. പക്ഷെ 3 മണിക്ക് വെളുപ്പിന് എണീച്ച് എന്നെ കൊണ്ട് പോകാൻ എന്തായാലും പറ്റൂല. ഒന്നാമത് നല്ല തണുപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്തായാലും വേറെ ഏതെങ്കിലും വണ്ടി കിട്ടുവാണെങ്കിൽ അടുത്ത വില്ലേജിൽ പോയിട്ട് പോവാം. ഇവിടുന്ന് ബരിയാസിലേക്ക് പോകാൻ ഒരു വണ്ടി കിട്ടിയിട്ട് പൈസ കൊടുക്കണമെങ്കിൽ, അതായത് പൈസ കൊടുത്തിട്ട് പോവാണെങ്കിൽ ലിഫ്റ്റ് അടിക്കാതെ നമ്മളൊരു വണ്ടി വിളിച്ചിട്ട് പോവാണെങ്കിൽ 1400 എന്താ പറയുക കെറ്റ്സാലാണ് വരുന്നത്. 1400 കെറ്റ്സാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,000 ഇന്ത്യൻ റുപ്പിയാണ്. ഇവിടുന്ന് US ഫ്ലൈറ്റിന്, അതായത് ഗോട്ടാമാല സിറ്റിന്ന് ഫ്ലൈറ്റിന് 8,000 റുപ്പീസേ ഉള്ളൂ US. പക്ഷെ ഇവിടുന്ന് 32 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ 16,000 രൂപ, അതായത് $200 വരുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഇത് ഞാൻ എത്ര കാട്ടിനുള്ളിലാണ് ജീവിക്കുന്നത്, എത്ര ഉള്ളിലേക്കുള്ള ഗ്രാമമാണ്, ഇവിടുത്തെ റോഡിൻ്റെ കണ്ടീഷൻ എന്താണ്. സീരിയസ്ലി അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും 32 കിലോമീറ്റർ പോകാൻ 16,000 രൂപ വണ്ടിക്കൂലി ഒരാൾക്ക് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് വെളുപ്പിന് 3 മണിക്കൊരു വണ്ടി പോകുന്നുണ്ട്. അതിൽ പോകുമ്പോൾ അത്ര പൈസ ആവില്ല. എത്രയാവും എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. 3 മണിക്കായതുകൊണ്ട് എന്തായാലും എണീച്ച് പോകുന്നില്ല. സോ കുഴപ്പമില്ല, നടന്നായാലും 32 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, പ്രശ്നമല്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായാലും എത്തിയാൽ മതി. എന്തായാലും 3 മാസത്തെ വിസ ഇവിടെ ഉണ്ട്. ആകെ ചെറിയ രാജ്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. സോ നാളെ എനിക്ക് കൊണ്ട് ഇതിൽ കൂടുതൽ അഡ്വഞ്ചർ ആവും. ഇവിടെ അവർ ആക്ച്വലി വേറൊരാളായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് അറിയാം. അവരാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടോ. ജസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ഞാൻ Oye, ¿quieres que vas a platicar con él? ¿Le voy a pasar? Hello? 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 How much is the price that tomorrow morning there is a vehicle going to Barias, right? 3 o'clock. Yeah, like at 3 o'clock. Yeah, no, I'm just asking. I just want to know about the price. How much is the price to go Barias? The early morning 3. Like a 30 quetzales, something. How much? Like a something like a $30, like a 30 quetzales, 30 for the Guatemala. 30 quetzal. 30 quetzales. Train. Actually, I don't understand. 30. Maybe 30. Yeah, like a 30. 30 quetzal. Yeah. But if I take another vehicle, it's like 1,000 quetzal. Yeah, like a 1,000. Yeah, like a 1,000 quetzales. But 30 quetzal and 1,000 quetzal, it's too much difference. Why it's like that? Just it's not far.
It's very near. I think only 32 kilometers. Then why it costs like this much expensive? I just want to know. Yeah, because it's like it's like Uber something. Oh, That's okay. more money. Like a taxi. Yeah, yeah, like a taxi. Oh, the 3 o'clock vehicle is like a public transport, right? Most of everyone will be there. Yep. Okay. I got it. Okay, thank you so much. Okay. No problem. ഓക്കെ സി കണ്ടില്ലേ ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ $1000 കെറ്റ്സാലാണ് അവര് വേണമെന്ന് പറഞ്ഞത്. അതായത് സാധാ ഒരു വണ്ടി എടുത്തിട്ട് പോവാണെങ്കിൽ, അല്ലെങ്കിൽ വെറും 30 കെറ്റ്സാലാണ് വരുന്നത്. 30 കെറ്റ്സാൽ എന്ന് പറയുന്ന സമയത്ത് ഒരു 500 രൂപ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇന്നലെ എൻ്റെ അടുത്ത് വേറൊരാള് കൊണ്ടാക്കാം, ഇന്ന് കൊണ്ടാക്കാൻ ഞായറാഴ്ച ആയതുകൊണ്ട് വണ്ടി ഉണ്ടാവില്ല, പക്ഷെ 1400 കെച്ചാൽ വേണമെന്ന് പറഞ്ഞു. 1400 കെച്ചാൽ എന്ന് പറഞ്ഞാലാണ് 16,000 ഇന്ത്യൻ റുപ്പി വരുന്നത്. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 1000 കെച്ചാൽ എന്ന് പറയുമ്പോഴും ആ ഒരു എനിക്ക് തോന്നുന്നു 13,000 14,000 ആ ഒരു റേഞ്ച് ആയിരിക്കും വരുന്നത്. എന്താ അല്ലേ, 32 കിലോമീറ്ററിന് ചിന്തിക്കാനേ പറ്റുന്നില്ല. സോ നാളെ ഞാൻ നടന്ന് ലിഫ്റ്റ് കിട്ടി എപ്പെത്തൂന്ന് അറിയില്ല. ബരിയാസ് എന്ന് പറഞ്ഞ സ്ഥലം 2 ദിവസം മുന്നത്തുള്ള വീഡിയോയിലെ ഞാൻ പറയാ, ബരിയാസി പോവാ ഇതുവരെ എത്തിയിട്ടില്ല. ഞാനിതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഡ്രസ്സ് നോക്കുമായിരുന്നു ഇപ്പം ഇടാൻ വേണ്ടിയിട്ട്. അതിട്ടിട്ട് കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഷോർട്സും ടീഷർട്ടും ഇടുന്നതാണ് കംഫർട്ട്, അപ്പോൾ രാത്രി എസ്പെഷ്യലി. സോ ഞാൻ നോക്കിയ സമയത്ത് എൻ്റെ കുറേ ഡ്രസ്സ് കാണുന്നില്ല കേട്ടോ. എൻ്റെ പാൻറ്റും ഒരു 4 ടോപ്പും ഒരു പാൻറ്റും കാണുന്നില്ല. ഞാൻ ഇന്നലെ വന്നത് ഒരു സ്ഥലത്ത്, അവിടെ ഞാൻ എൻ്റെ സ്ലീപ്പ് ബാഗും കുറച്ച് സാധനങ്ങളും അപ്പം മഴയത്ത് അങ്ങനെ കയറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് വിരിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ അവിടെ വെച്ചിട്ട് അവിടുന്ന് പിന്നെ ബാഗ് എടുത്തിട്ട് വേറൊരു വീട്ടിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് ഞാൻ സാധനങ്ങൾ മൊത്തം ഓരോ സ്ഥലത്തിങ്ങനെ ഇത് ഫുള്ള് നനഞ്ഞേക്കുമായിരുന്നു. ഒരു ഡ്രസ്സ് പോലും നനയാത്തില്ല. എല്ലാ ബാഗിൽ നിന്ന് പുറത്തെടുത്തിട്ട് കുറച്ച് ഡ്രസ്സ് ഞാൻ ഇവിടെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരാൾ ഇംഗ്ലീഷ് അറിയുന്ന ആൾ വന്നിട്ട് എന്നെ സംസാരിച്ചിട്ടാണ് വേറെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. വേറെ വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് അപ്പോൾ കുറച്ച് ഡ്രസ്സ് അവിടെ കൊണ്ടുപോയിട്ട് അവിടെയും വിരിച്ചിട്ടു. അപ്പോൾ ഇവിടെ വിരിച്ചിട്ടപ്പോൾ മിസ്സായതാണോ എന്താണെന്നറിയില്ല. ഞാനിപ്പോൾ തിരഞ്ഞു നോക്കിയിട്ട് കാണുന്നില്ല. സോ മിസ്സായിപ്പോൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഒരു ഡോഗിൻ്റെ ഫോട്ടോ ഉള്ളൊരു ടീഷർട്ട് ഉണ്ട്, അതും മിസ്സായിട്ടുണ്ട്. എൻ്റെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള, ഞാൻ എപ്പോഴും ഇടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ബ്ലാക്ക് പാൻറ്റ്, ഡെക്കാത്തലോണ്ട് ഒരു പാൻറ്റ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അത് കാണാനില്ല. അതെനിക്ക് പോയാലേക്ക് ഏറ്റവും വിഷമം. ബാക്കിയുള്ള ടീഷർട്ടുകളൊക്കെ പോയാലും പോട്ടെ, പുതിയത് മേടിച്ചാൽ മതി, പ്രശ്നമല്ല. പക്ഷെ ആ പാൻറ്റ് മാത്രമാണ്, ആ പാൻറ്റും പിന്നെ ആ തായ്ലൻഡിൽ നിന്ന് മേടിച്ചിട്ടുള്ള ആ ഡോഗിൻ്റെ, അതെൻ്റെ ഫേവറേറ്റാണ്. ബാക്കിയുള്ളതൊന്നും പോയാലും എനിക്ക് പ്രശ്നമേ അല്ലായിരുന്നു. ആ പാൻറ്റ് എനിക്ക് ഭയങ്കര വിഷമമാകുന്നു കേട്ടോ. എന്നിട്ട് ഫുള്ള് തിരഞ്ഞു എന്നിട്ട് ആ വീട്ടിൽ പോയിട്ട് തിരഞ്ഞില്ല. അവർ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി തിരയാൻ എനിക്ക് മടിയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി തിരഞ്ഞില്ല. പക്ഷേ ഈ വീട്ടിലെ ആൾക്കാർ നല്ല ഫ്രണ്ട്ലി, എൻ്റെ വീട് പോലെ തന്നെ ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തിരഞ്ഞു. പക്ഷെ ഇവിടെ ഇല്ല, എന്താ ഉണ്ടായെന്ന് അറിയില്ല. അവിടെ ആ ഒരു കടയിലും ആ ഒരു വീട്ടിലും പിന്നെ തിരഞ്ഞിട്ടില്ല. സോ അവിടെ എവിടെയെങ്കിലൊക്കെ മിസ്സായിട്ടുണ്ടാവും. ഇതാണ് പ്രശ്നം, ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ മിസ്സാവും. സോ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. നാളെ എങ്ങനെയാണ്, എവിടെ എത്തും, ബരിയാസിലെത്തുമോ നാളെ, എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇന്നലെ വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് തൊട്ടിട്ട് എനിക്ക് തീരെ പ്രതീക്ഷയില്ല നാളെ ഞാൻ ബരിയാസിലെത്തും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിവിടെ കിടന്നുറങ്ങും, നാളെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.